രണ്ടു കൈയിൽ നടത്തം, പേരയ്ക്ക അമ്മാനമാടൽ. ഹഹഹഹഹ, ഉഗ്രൻ. മലക്കം മറിച്ചിൽ. അമ്മാവാ, ഒരു ഐഡിയ. നമുക്ക് ഈ അഭ്യാസങ്ങളൊക്കെ വെച്ച് ഒരു പരിപാടി നടത്തിയാലോ? അഭ്യാസം കാണാൻ വരുന്നവർ ഫീസായി മുട്ട, ഇറച്ചി, മീൻ ഇതൊക്കെ കൊണ്ടുവരാൻ പറയാം. സമയമില്ല, എനിക്ക് ഉടനെ പോകണം. പക്ഷേ നിന്റെ ഐഡിയ കൊള്ളാം. വേറെ അഭ്യാസികളെ വെച്ച് നീ പരിപാടി നടത്ത്. അതും കൊള്ളാം. എടോ, താൻ പോയി വല്ല അഭ്യാസികളെയും കണ്ടുപിടിക്ക്. അഭ്യാസിയോ? അതാരാ? തലകുത്തി നിൽക്കുക, വള്ളിയിലൂടെ വീഴാതെ നടക്കുക, അമ്മാനമാടുക, ഇതൊക്കെ ചെയ്യുന്നവരാ അഭ്യാസികൾ. വള്ളിയിൽ വീഴാതെ നടക്കുന്ന ഒരുത്തനെ കണ്ടു. പക്ഷേ ആളൊരു പേടിത്തൊണ്ടനാ. പേടി സാരമില്ല, നമ്മൾ പറഞ്ഞ് പേടി കൂട്ടാതിരുന്നാൽ മതി. താൻ ആളെ വിളി. എല്ലാ കാര്യവും ആദ്യം തന്നെ പറയണ്ട, പേടി കൂടും. ഇന്ന് വൈകിട്ട് വള്ളിയിലൂടെ വീഴാതെ നടക്കുന്ന അത്യുഗ്രൻ പ്രകടനം. നിങ്ങൾ കൊണ്ടുവരേണ്ടത് ഇത്രമാത്രം: ഇറച്ചി, അല്ലെങ്കിൽ മീൻ, അല്ലെങ്കിൽ മുട്ട. വന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. മുട്ട ഞാൻ ഇട്ടുതരാം. പക്ഷേ അത് വിരിഞ്ഞാൽ കുഞ്ഞിനെ തരുമോ? ആളെത്തി. നമസ്കാരം. അഭ്യാസി വള്ളിയിൽ നടക്കുന്നത് കാണാൻ ആളുകൾ കാത്തിരിക്കുകയാ. ഇതെന്താ? കാണാൻ ഇത്രയും ആള് കൂടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. പേടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. വെള്ളം തളിക്ക്. എന്തു പേടിക്കാൻ? ആരെയും ശ്രദ്ധിക്കാതെ സാധാരണ പോലെ അങ്ങ് നടന്നാൽ മതി. സംഭവം തീർന്നാൽ 3 മുട്ട തിന്നാൻ തരും. റെഡിയല്ലേ? റെഡി. കേറിക്കോ. അതാണ് വള്ളി. ദേ, പിന്നെയും വീണു. വള്ളി പൊക്കിക്കെട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ല. പേടിപ്പിക്കണ്ടാന്ന് കരുതി. നിലത്തിട്ട വള്ളിയിലൂടെ വീഴാതെ നടന്നാ ഇങ്ങേർക്കു ശീലം.